ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അകന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നുണ്ടായി. റീലാണോ പോസ്റ്റാണോ എന്ന് ഞാൻ മറന്നുപോയി. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടോ, ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ കുറേ പേർക്ക് EMIയും അതേപോലെ പൈസ കടമായിട്ടും കൊടുത്തിട്ടുള്ള ഒരാളെന്ന രീതിക്ക് എനിക്ക് ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രേഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പൈസ കൊടുക്കാറ്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലില്ലെങ്കിലും നമ്മളുടെ അടുത്ത് കുറേ പൈസ ഇല്ലെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കും. അതിന് നമ്മൾ രണ്ടാമത് ചിന്തിക്കാറില്ല. ചില സമയത്ത് ഡയറക്റ്റ് ക്യാഷ് ആയിട്ടായിരിക്കാം, ചില സമയത്ത് EMI ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ലോൺ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ഫേസ് കഴിയുമ്പോൾ ആ പൈസ തന്നെയായിരിക്കും ആ റിലേഷൻഷിപ്പിനെ സ്പോയിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളവർക്ക് ലോൺ എടുത്ത് കൊടുത്തു അല്ലെങ്കിൽ പൈസ കൊടുത്തു. അതിന് ശേഷം നമ്മളവരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക, മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, റൂഡായിട്ട് റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവും ചില സമയത്ത്. അങ്ങനെ ഉണ്ടായ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാരും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ട് പഴഞ്ചൊല്ല് പറയുമല്ലോ, കനകം മൂലം കാവന് മൂലം കലഹുറപ്പ് എന്ന് പറയുന്നത് പോലെ ചില സമയങ്ങളിൽ റിലേഷൻഷിപ്പിനെ സ്പോയിൽ ചെയ്യുന്നത് മണി എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുത്തിട്ടായിരിക്കും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഒരു ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ ഓപ്പോസിറ്റ് തിരിയുന്ന അവസ്ഥ വരും. അതങ്ങനെയാണ്. പണ്ടുള്ളവർ പറയുമായിരുന്നു, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതായത് ശത്രുക്കളേക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയാണ്. അതുപോലെ തന്നെയുള്ളൊരു ചിന്തയാണ്. അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അകന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, money can test the relationship, that not because of the lack of money, that sometimes lack of gratitude, respect അതൊക്കെ കൊണ്ടാവാം.